ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പുട്ടുപൊടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇതെന്തേ നമ്മൾ മുമ്പേ അറിയാതെ പോയതല്ലേ? വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, വെളുത്തൊരു ചെറിയ മണിയരി, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ 5 കിലോ കിട്ടും കേട്ടോ. അതിൽ നിന്ന് 1.5 കിലോനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ല പോലെ തന്നെ കഴുകി എടുക്കണം, ഇതിനൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അത് പോകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കി എടുക്കണം നമ്മള്. അപ്പൊ ഞാൻ വെയിലത്തിട്ടിട്ടാണ് ഇപ്പൊ ഉണക്കുന്നത്. നല്ല വെയിലുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫാനിന്റെ ചോട്ടിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഉണക്കി എടുത്താലും മതി. നല്ല പോലെ ഒന്നും ഉണങ്ങണ്ട, ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാം ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിൽ കൊണ്ടിട്ടുള്ളൂ. ഇത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇട്ട് പൊടിക്കാവുന്നതാണ്. മിക്സിയിൽ ജാറിലിട്ടിട്ട് 1 കപ്പ് 2 കപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇതിപ്പോ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പൊ അവരോട് പറഞ്ഞാൽ മതി, പുട്ടിനുള്ളതാണ്, തരി പോലെ വേണം പൊടിച്ചു തരാന്ന് പറഞ്ഞാൽ അവർ അതുപോലെ തന്നെ നമുക്ക് പൊടിച്ചു തരും കേട്ടോ. അപ്പൊ ഞാനിവിടെ കവറിലാക്കിയിട്ട് ഇപ്പൊ മില്ലിൽ കൊണ്ടുപോയിട്ട് ഞാൻ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ പൊടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അവര്. നല്ല തരിയോട് കൂടി തന്നെയാണ് നമുക്ക് പൊടിച്ചു തന്നിട്ടുള്ളത്. ഇതിപ്പോ അവിടുന്ന് വറുത്തിട്ടില്ല. നമുക്ക് 5 കിലോനൊക്കെ ആണെങ്കിലാണ് അവർ അവിടുന്ന് വറുത്ത് തരുള്ളൂ. ഇത് 1.5 കിലോനുള്ളൂ. അപ്പൊ വലിയ മെഷീൻ അല്ല, അതുകൊണ്ട് അതിൽ പറ്റില്ല എന്ന് പറഞ്ഞവര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പൊ ഞാൻ ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാര്യമായിട്ട് ഇങ്ങനെ വറക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിനുശേഷം പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പൊ പാകത്തിന് തന്നെ പൊടിയായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവേ. ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇട്ട് വെക്കുന്നത് ആ പാത്രങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഉണക്കിയെടുത്ത പാത്രങ്ങളിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇനി കടയിൽ നിന്നൊന്നും പുട്ടിനുള്ള പൊടി വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു പുട്ടുപൊടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്